ഹായ് ഫ്രണ്ട്സ്, ഭൂനി ആൻഡ് ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാബ്ലൂവിൽ എങ്ങനെ പാരാമീറ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ടാർഗറ്റ് ലൈൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഡാറ്റ എല്ലായിട്ടും വെച്ചിട്ടുണ്ട്. ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റകൾ ഞാനിവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഡാറ്റയിൽ നിന്ന് എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ സം ഓഫ് സെയിൽസ് എടുത്തിട്ട് ഞാൻ കോളംസിലിട്ട്. ഓക്കെ, ദെൻ റോസിലേക്ക് ഡാറ്റ ആഡ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, സ്റ്റേറ്റ് വൈസ് സം ഓഫ് സെയിൽസ് കാണും. ഓക്കെ, അപ്പോൾ എനിക്ക് സ്റ്റേറ്റ് വൈസ് സം ഓഫ് സെയിൽസിൻ്റെ ഗ്രാഫ് കിട്ടി. ഓക്കെ, എന്നിട്ട് ഇതിനെ എനിക്ക് അസെൻഡിങ് ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതേപോലെ ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡാറ്റൻ്റെ നേരെ സൈഡിലുള്ള അനലിറ്റിക്സ് അത് ക്ലിക്ക് ചെയ്യുക. അനലിറ്റിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റംസ് എന്നുള്ള ഒരു ഇത് കണ്ടോ, കസ്റ്റംസിൻ്റെ അണ്ടറിൽ റെഫറൻസ് ലൈന്, റെഫറൻസ് ബാൻഡ്, ഡിസ്ട്രിബ്യൂഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഞാൻ റെഫറൻസ് ലൈന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വലിച്ചിട്ട് നേരെ ഷീറ്റിലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ കാണാം പെയിനാണ്, സെല്ലാണ്, ടേബിളാണ്. ഞാൻ ടേബിളിലേക്ക് ഇടും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു ബോക്സ് വരും. ഈ ബോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഞാൻ ലൈൻ എന്നുള്ളത് ഓൾറെഡി സെലക്ട് ആയിരുന്നു. അപ്പോൾ എനിക്ക് ലൈനാണ് വേണ്ടത്, റെഫറൻസ് ലൈനാണ് എനിക്ക് വേണ്ടത്. പിന്നെ സ്കോപ്പ് എന്ന് ചോദിക്കുന്നു. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെഫറൻസ് ലൈന് നമ്മളെ ടേബിളിൽ എൻ്റെ ടേബിൾ വേണം, അതല്ല പെർ പെയിനിൽ ഇപ്പോൾ 2-3 കാറ്റഗറി ബേസിലാണെങ്കിൽ അങ്ങനെ കാറ്റഗറി ബേസിൽ വേണമെന്നാണ്. പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഡാറ്റയിൽ വേണമെന്നാണ് പെർ സെല്ല് നോക്കുന്നത്. ദെൻ ലൈനിൻ്റെ സ്പെസിഫിക് വാല്യൂ എന്നുള്ളത് സം ഓഫ് സെയിലാണ്. ഇതിൻ്റെ അഗ്രിഗേഷൻ എങ്ങനെയാണ്, ആവറേജ് ആണ്. ഓക്കെ, നമുക്ക് വേറെ മാറ്റിയിട്ട് സമ്മ് കോൺസ്റ്റന്റ്, മിനിമം, മാക്സിമം, റേറ്റ്, മീഡിയം ഏതാണോ നമ്മളെ ആവശ്യപ്രകാരം നമ്മളെ റിക്വയർമെൻറ്റ് പ്രകാരം നമുക്കത് മാറ്റാം. ഓക്കെ, ആവശ്യപ്രകാരം നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇവിടെ അവറേജ് ആണ് ഉള്ളത്, സം ഓഫ് സെയിൽസ് ഉണ്ട്. ഓക്കെ, സം ഓഫ് സെയിൽസ് ആണ് നമ്മളിതിൽ നമ്മളെ വാല്യൂ ഉള്ളത്. അപ്പോൾ എനിക്ക് യൂസർക്ക് ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് ഉണ്ടാക്കി കൊടുത്താൽ യൂസർക്ക് ഓരോ വ്യത്യസ്തമായ റെഫറൻസ് ലൈനിൽ അവർക്ക് മാറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് പാരാമീറ്റർ മാറ്റണം. അതിനാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. യൂസർക്ക് മാറ്റാൻ കഴിയുന്ന കാര്യത്തിനാണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയൊരു ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ പാരാമീറ്റർ എന്ന് കണ്ടോ, ന്യൂ പാരാമീറ്റർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു വിൻഡോ വരും. ഇതിന് പാരാമീറ്റർ 6 എന്നാണ് ഓട്ടോമാറ്റിക് നെയിം വന്നത്. അത് നമുക്ക് വേറെ ഏതെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മാനേജർ പാരാമീറ്റർ എന്ന് കൊടുക്കുന്നു. മാനേജർ ടാർഗറ്റ്. ഓക്കെ, ദെൻ അത് കൊടുത്തു. ദെൻ മാനേജർ പാരാമീറ്റർ പ്രോപ്പർട്ടീസ് ഫ്ലോട്ടാണ്, 14 നമ്പറിലാണ്. ഡിസ്പ്ലേ ഫോർമാറ്റ് 1 ആ രീതിയിലാണ് വന്നത്. പിന്നെ ഡിസ്പ്ലേ ഫോർമാറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാറ്റാം, പെർസെൻറ്റേജ് കറൻസി ലെവലിലാണ് വേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് അലവബിൾ വാല്യൂ ആൾ എന്നുണ്ട്, ലിസ്റ്റ് ഉണ്ട്, റേഞ്ച് ഉണ്ട്. എനിക്ക് റേഞ്ച് വൈസിൽ വേണം മാറ്റേണ്ടത്. ഓക്കെ, റേഞ്ച് വൈസ് പറഞ്ഞാൽ ഒരു റേഞ്ചിന് ഇപ്പോൾ 100 to 1000ത്തിൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂകളും മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ റേഞ്ച് കൊടുക്കുന്നു. അപ്പോൾ റേഞ്ച് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് വാല്യൂസ് ഇവിടെ വരും. ഏതാണ്, മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട്. ഓക്കെ, അപ്പോൾ മിനിമം നമ്മൾ അതിൽ ഏകദേശം 10,000 കൊടുക്കുക. 10,000 10,000 കൊടുത്ത് ദെൻ മാക്സിമം 450,000, 450, സോറി 450, 450K. ഓക്കെ, അഥവാ 10, 100, 1000,
50,000 ലക്ഷം 4,50,000 കൊടുത്ത്. പിന്നെ സ്റ്റെപ്പ് സൈസ് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകും, ആ റേഞ്ചിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എത്ര സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് പോകേണ്ടത്. ഇവിടെ 1 ആണെങ്കിൽ 1, 2, 3 എന്നുള്ളത് പോകും. 50 ആണെങ്കിൽ 50, 100 ആ രീതിയിൽ പോകും. അപ്പോൾ ഞാനിവിടെ ഇത് വലിയ റേഞ്ച് അല്ല, നമ്മൾ മിനിമം വാല്യൂ 10,000 ഉണ്ട്. അപ്പോൾ 10,000 വെച്ചിട്ട് എനിക്ക് കൂടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കുന്നു, സ്റ്റെപ്പ് സൈസ് എന്നുള്ളത് 10,000 കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ലൈന് മാനേജർ ടാർഗറ്റ് എന്നുള്ള ആ അതിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ ഫ്ലോട്ടിംഗ് ലൈന് ഫോർമാറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഇത് സോളിഡ് ലൈൻ ആയിട്ടാണ് ഉള്ളത്. നമുക്ക് ഡോട്ടഡ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഡോട്ടഡ് ലൈൻ കൊടുക്കാം. ഓക്കെ, ഇനി അതിന് കളർ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ആക്കുക. ദെൻ അപ്പോൾ റെഡ് കളറിൽ ഡോട്ടഡ് ലൈൻ ആയിട്ട് കിട്ടി. ഫിൽ അബോ ആൻഡ് ഫിൽ ബിലോ. അപ്പോൾ ഇതിൻ്റെ ആ ഡോട്ടഡ് ലൈൻ ആ ടാർഗറ്റ് മീറ്റ് ചെയ്തതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിൻ്റെ മുകളിലേക്ക്, നമ്മളെ ടാർഗറ്റ് ലൈനിൻ്റെ മുകളിലേക്കുള്ള ഡാറ്റകൾ ഫുള്ള് ആ ഏരിയ മൊത്തം കളർ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി, ഫിൽ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും ബിലോ ഉള്ള ആൾക്കാരായിട്ടുള്ള കൂടുതലുണ്ടായാൽ ചില സിറ്റുവേഷനിൽ, അപ്പോൾ ബിലോ ഉള്ള ആൾക്കാരെ നമുക്ക് കളർ ചേഞ്ച് ആക്കണമെങ്കിൽ ഫിൽ ബിലോ കൊടുത്താൽ മതി. ഓക്കെ, ഞാനിവിടെ ഫിൽ ബിലോ ഇപ്പോൾ ഇവിടെ റെഡ് കൊടുക്കുന്നു. ഓക്കെ, കേട്ടോ. അപ്പോൾ ടാർഗറ്റ് ലൈനിൻ്റെ അടിയിലുള്ള ആൾക്കാരൊക്കെ അല്ല, ആ ടാർഗറ്റ് ലൈനിൻ്റെ അടിക്കുള്ള അവിടുന്ന് മുതൽ മൊത്തം റെഡായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ആ 2 കളർ ഒഴിവാക്കി നോൺ തന്നെ കൊടുക്കുന്നു കേട്ടോ. മനസ്സിലായില്ലേ? ഞാൻ എബോ ആണെങ്കിൽ ഇല്ല, എബോ കേട്ടോ, ആ ടാർഗറ്റ് ലൈനിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാരൊക്കെ കളർ ചേഞ്ച് ചെയ്യും. അത് നിങ്ങൾ നോക്കിയിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വൈറ്റ് തന്നെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അല്ലേ, അപ്പോൾ ടാർഗറ്റ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട് കണ്ടോ. നമുക്ക് അതിനെ മാനേജർ ഇപ്പോൾ ഓരോ 10,000 ഇനി പിന്നെ ഇവിടെ മാനേജർ ടാർഗറ്റ് എന്നുള്ള സ്ഥലം കണ്ടല്ലേ, ഇവിടെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഓരോന്ന് 10, 30, 40,000 കണ്ടോ. ടാർഗറ്റ് ലൈൻ ഇങ്ങനെ പോകുന്ന ഡോട്ടഡ് ആയതുകൊണ്ടാണ് കാണാത്തത്. സോളിഡ് ആണെങ്കിൽ പെട്ടെന്ന് അത് കാണും. അപ്പോൾ നമ്മൾ സോളിഡ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് നേരെ ഡാറ്റയിലേക്ക് പോവാം. ഡാറ്റയിൽ പോകുമ്പോൾ പാരാമീറ്റർ കണ്ടോ, ഇവിടെ പാരാമീറ്റർ, ഇതിൽ പാരാമീറ്ററിൽ മാനേജർ ടാർഗറ്റ്, ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് കൊടുക്കുക. അപ്പോൾ നേരത്തെ സെയിം സ്ഥലത്തേക്ക് നമ്മളെത്തും. എന്നിട്ട് എഡിറ്റ്. ഓക്കെ, ദെൻ അതിൻ്റെ ഡോട്ടർ ലൈൻ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലേ. പ്രോപ്പർട്ടീസ്, ഇവിടെ ഈ ടാർഗറ്റ് ലൈനിന് അത് അവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡാറ്റകൾ മാറ്റി എഡിറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ എഡിറ്റിൽ നമ്മൾ ഫോർമാറ്റിംഗ് എന്നുള്ളൊരു സോളിഡ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇത് സോളിഡായി. ഇപ്പോൾ നേരെ വിഷ്വൽ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടാർഗറ്റ് ലൈന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം, ഇങ്ങനെ ചേഞ്ച് ആക്കുകയും ചെയ്യാം. ഓക്കെ, പക്ഷേ ഇതിൽ ഇനി ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ടാർഗറ്റ് ലൈന് കാണാൻ ഇതിൻ്റെ അടിയിലേക്കുള്ള കാര്യങ്ങളൊന്നും, ടാർഗറ്റ് ലൈന് മീറ്റ് ചെയ്ത സാധനങ്ങളൊന്നും എന്താകുന്നില്ല, നമുക്ക് കളർ ചേഞ്ചിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഈ ഡാറ്റൻ്റെ നേരെ റൈറ്റ് സൈഡിൽ അനലറ്റിക്സ് എന്നുള്ളതാണ്. ഈ അനലറ്റിക്സിൽ ഡാറ്റ എടുക്കുക. ഡാറ്റയിൽ നമുക്ക് എന്താക്കുക, ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ആരോ നിൽക്കുന്നിടത്ത് ഈ ആരോ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് കാൽക്കുലേറ്റഡ് ഫീഡ്, അതെടുക്കുക. ഇനി ഞാനിവിടെ കൊടുക്കുന്ന വെച്ചാൽ മാനേജർ ടാർഗറ്റ്, ഇതിൻ്റെ പേര് കൊടുക്കണേ, മാനേജർ ടാർഗറ്റ് അച്ചീവ്ഡ്, അത് കൊടുത്തു. ദെൻ അതിന് ശേഷം എനിക്ക് എന്താ വേണ്ടത്, ഈ സം ഓഫ് സെയിൽസ് ഇല്ലേ, മാനേജർ ടാർഗറ്റ് അച്ചീവ്ഡ്. അപ്പം എനിക്ക് വേണ്ടത്
ഇത് വെറും സെയിലാവുന്നല്ലേ. ഓക്കെ, സം ഓഫ് സെയിൽസ് ഗ്രേറ്റർ ദാൻ, ഇവിടെ ഞാനൊരു ഇക്വേഷൻ കൊടുക്കണം. സം ഓഫ് സെയിൽസ് ഗ്രേറ്റർ ദാൻ എന്തിനെയാണ്, ഇവിടെ നമ്മളെ മാനേജർ ടാർഗറ്റ് അതെടുത്ത് ഇവിടേക്ക് ഇടാം. മാനേജർ ടാർഗറ്റ് ഇങ്ങനെയാണെങ്കിൽ സം ഓഫ് സെയിൽസ് ഗ്രേറ്റർ ദാൻ മാനേജർ ടാർഗറ്റ്, മാനേജർ ടാർഗറ്റിനെ കൂടുതൽ സം ഓഫ് സെയിൽസ് വരികയാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് വരണം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു പാരാമീറ്ററിൻ്റെ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഡാറ്റയിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്തത്, ക്രിയേറ്റ് കാൽക്കുലേറ്റർ ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ദെൻ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ മെഷർ നെയിമിൻ്റെ അടിയിൽ, മെഷർ നെയിമിൻ്റെ അണ്ടറിൽ മാനേജർ ടാർഗറ്റ് അച്ചീവ്ഡ് എന്നുള്ള സാധനം കാൽക്കുലേറ്റർ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ഈ കാൽക്കുലേറ്റർ ഫീൽഡ് എടുത്തിട്ട് കളറിലേക്ക് ഇടും. കണ്ടാ, ഇപ്പം എന്തായി, ഇപ്പോൾ രണ്ടായിട്ട് മാനേജർ ഒന്നെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് അതെല്ലാം എന്തായി, കളർ ചേഞ്ച് ആയി, ട്രൂ ഓർ ഫാൾസ് വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, AGC മാനേജർ ടാർഗറ്റ് ഇതിൽ ഫാൾസ് എന്നുള്ളത് ആണെങ്കിൽ, ഫാൾസ് ഉള്ള സം ഓഫ് സെയിൽസ് ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് അല്ല മാനേജർ ടാർഗറ്റ് ആണെങ്കിൽ അത് അച്ചീവ് ചെയ്തത് ആണെങ്കിൽ ട്രൂ. ഓക്കെ, ആ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ഉള്ള കണ്ടീഷനിൽ ഇവിടെ സാഫ്രോണിൻ്റെ കളറിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഫാൾസ് ആണെങ്കിൽ അത് നീലായിരിക്കും. അപ്പം നമുക്ക് ഇതൊന്ന് നീക്കി നോക്കാം. കണ്ടോ ഓരോന്ന്, ഇത് ഇപ്പോൾ ഇത്ര ഏരിയകളിൽ ടാർഗറ്റ് ലൈന് വരുന്നത്, ഇത്ര ഏരിയകൾ. ഇപ്പോൾ ജോർജിയൻ്റെ സം ഓഫ് സെയിൽസ് ഗ്രേറ്റർ ദാൻ ടാർഗറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായി, ഇതെല്ലാം കളറ് നമ്മളൊരു ഗ്രേ കളർ മീൻസ് സാഫ്രോൺ കളറിലേക്ക് ഇത് ചേഞ്ച് ചെയ്തു. അല്ല, ഓറഞ്ച് പേസ്റ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്തു. ഇതിപ്പോൾ എന്താ, കെൻടുക്കി എന്നുള്ള സ്റ്റേറ്റ് എന്താണ്, സം ഓഫ് സെയിൽ ലെസ് ദാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നീലയിലേക്കായി. അപ്പോൾ ഇതിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് കണ്ടാ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് മുന്നോട്ട് റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച്, മാനേജർ ടാർഗറ്റ് റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തന്നെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവർക്കും വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.